പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനന്തുകൃഷ്ണനെ സംഘടനയിലേക്ക് കൊണ്ടുവന്നത് ആനന്ദകുമാർ തന്നെയാണെന്ന് സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നു. കഥ ട്വിസ്റ്റാവുകയാണ്. കോഴിക്കോട്ടെ NGO നാഷണൽ കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ പറയുന്നത് ഒന്ന് കേൾക്കും. പകുതി വില തട്ടിപ്പിൽ 2 പ്രതികളായി രംഗത്തുള്ളതിപ്പോൾ അനന്തുകൃഷ്ണനും ആനന്ദകുമാറുമാണ്. ആനന്ദകുമാറിന്റെ നാഷണൽ NGO കോൺഫറൻസ് ആണ് ഇതിൽ പ്രധാനമായും ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത്. ആ നാഷണൽ NGO കോൺഫറൻസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നമ്മളുള്ളത്. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ നമുക്കൊപ്പം ഉണ്ട്. അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്നത് ശ്രീ ആനന്ദകുമാർ സാറാണ്. അദ്ദേഹമാണ് നമുക്ക് അനന്തുകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തെ ഇതിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതും അനന്തകുമാർ സാർ തന്നെ. കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് 11 സംഘടനകളാണ് ഇതിൽ അഫിലിയേഷനുള്ള സംഘടനകൾ. ഈ 11 സംഘടനകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പാതി വിലയ്ക്ക് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതി 2023-24 വർഷം മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലും ഇതിൽ ഞങ്ങൾക്കുള്ള പരാതികളും കാര്യങ്ങളും ഞങ്ങൾ ആനന്ദകുമാർ സാറിനെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ പോയി നേരിട്ട് കാണുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം അതൊന്നും കേൾക്കാനും അറിയാനും ഒന്നും തന്നെ അദ്ദേഹം തയ്യാറായില്ല. എനിക്ക് നേരെ വരുന്ന ഏത് കാര്യങ്ങളും ഞാൻ നിയമപരമായി നേരിടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന അത് ഒരു സന്നദ്ധ സംഘടനകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. 170ഓളം വരുന്ന സന്നദ്ധ സംഘടനകൾ ഒരെണ്ണമാണ് IDC. അതുപോലെ വിജേഷ് അരവിന്ദ് അടക്കമുള്ള ആളുകൾ. അതെ, ഈ ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത അതാത് സംഘടനകൾക്കാണ്. NGO കോൺഫെഡറേഷൻ്റെ പേരിൽ തന്നെ കൃത്യമായ പരാതി കോഴിക്കോട് പോലീസ് കമ്മീഷണർക്കും അതുപോലെ വടകര റൂറൽ SP സാറിനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ് ഉൾപ്പെടെ IB ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട പോലീസ് മേധാവികൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളടുത്ത് അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സാനിയോ മനോബി ഒരു ഇരയാണ് താൻ എന്ന നിലയിൽ നിന്നും ആനന്ദകുമാർ ഈ സംഘടനയുടെ കോർഡിനേറ്ററും ഈ സംഘടനയുടെ ചെയർമാനും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചയാളുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ അനന്തുകൃഷ്ണനെ തന്നെ ഈ വലിയ തട്ടിപ്പിന്റെ ഭാഗമാക്കിയത് ആനന്ദകുമാറിന്റെ ബുദ്ധിയാണോ എന്ന് സംശയിക്കാവുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നമ്മൾ ഇതുവരെ കണ്ട അനന്തുകൃഷ്ണന് പിന്നിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് ആനന്ദകുമാറാണ് എന്ന സംശയമാണോ ഇപ്പോൾ ഒപ്പം പ്രവർത്തിച്ചവർക്കുള്ളത്? സാനിയോ? അതെ, അങ്ങനെ തന്നെയാണുള്ളത്. അതായത് ആനന്ദകുമാറാണ് എല്ലാത്തിൻ്റെയും സൂത്രധാരൻ എന്നാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മോഹനൻ കോട്ടൂർ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആനന്ദകുമാറാണ് അനന്തുകൃഷ്ണനെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്നത്. മാത്രവുമല്ല, അനന്തു കഴിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തത് ആനന്ദകുമാറാണെന്ന് പറയുന്നു. ഒക്ടോബർ മാസം മുതൽ ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലൊരു തടസ്സമുണ്ടായി. അതായത് സ്കൂട്ടർ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, ലാപ്ടോപ്പ് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല, ഗൃഹോപകരണങ്ങൾക്ക് ബുക്ക് ചെയ്ത ആളുകൾ നിരന്തരം വിളിക്കുന്നു. ഈ ഒരു സാഹചര്യം ഒക്ടോബർ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മോഹനൻ പറയുന്നത്. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി അനന്തകുമാറിനെ കാണാൻ പോയിരുന്നു. പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്ത് നിയമ നടപടി തനിക്കെതിരെ വന്നാലും അതൊക്കെ താൻ നേരിട്ടോളാം, നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലേക്കാണ് സംസാരിച്ചത്. മാത്രവുമല്ല, പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പരാതിയൊക്കെ നിങ്ങൾ പോസ്റ്റിലായി അയച്ചാൽ മതി, നേരിട്ട് സ്വീകരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് ആനന്ദകുമാർ. അപ്പോൾ ഇവരൊക്കെ സ്വാഭാവികമായും സംശയിക്കുന്നത് ആനന്ദകുമാറാണ് ഈ തട്ടിപ്പിന് പിറകിലൊക്കെ ഉള്ളത് എന്നാണ്. മാത്രമല്ല, ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കീഴിൽ 170ഓളം സംഘടനകളുണ്ട്. അതിൽ 11 സംഘടനകളാണ് കോഴിക്കോടുള്ളത്. ആ 11 സംഘടനകളിലുള്ള ഒരു സംഘടനയുടെ നേതാവാണ് മോഹനൻ കോട്ടൂർ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് കീഴിലും നിരവധിയായി ഇത്തരത്തിൽ ഈ സ്കൂട്ടറിനും അതുപോലെ ലാപ്ടോപ്പിനും ഒക്കെ പണം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പൈസയൊക്കെയും തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. 1 കോടിക്ക് മേൽ തുക ഇത്തരത്തിൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തങ്ങളെല്ലാവരും പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറയുന്നു. വീട് വിറ്റിട്ടായാലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ആസ്തികളും വിറ്റിട്ടായാലും ഈ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, തങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിൽ വെച്ചാണ് ഇന്നലെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. വർഷങ്ങളായി വളരെയധികം വിശ്വാസനീയതയോടെ നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. പക്ഷേ പെട്ടെന്നാണ് ഇതിനൊരു തട്ടിപ്പിൻ്റെ സ്വഭാവം വന്നതെന്നും അത് തിരിച്ചറിഞ്ഞപ്പോൾ അത് പോലീസിനോടടക്കം പിന്നീട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെന്നും IB അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഇപ്പോൾ കൈമാറുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ആദ്യം സംഘടനകൾ വഴി പണം
ശേഖരിക്കുകയും പിന്നീട് അത് നാഷണൽ NGO കോൺഫെഡറേഷന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയുമാണ് തങ്ങൾ ചെയ്തതെന്നും ആ പണം പൂർണ്ണമായി തിരിച്ചു കിട്ടുമോ എന്നുള്ള ആശങ്കയുമൊക്കെയാണ് മോഹനൻ കോട്ടൂർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സനിയോ